എല്ലാവർക്കും ഹലോ റേഡിയോയുടെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിൽ നടക്കുന്ന ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഫ്ലവർ ഷോ 2025 വിശേഷങ്ങളാണ് കേട്ടോ. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സെക്രട്ടറി മനോജ് മുണ്ടപ്പാട്ടാണ്. അദ്ദേഹം അതിൻ്റെ ഗ്രീൻ ഹോർട്ടിക്കൾച്ചറിൻ്റെ സെക്രട്ടറി മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫ്ലവർ ഷോയുടെ ജനറൽ കൺവീനറാണ്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആർട്ട് വർക്കൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ മറ്റെവിടങ്ങളിലും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ കാണണമെങ്കിൽ ഫ്ലവർ ഷോയിൽ നമ്മൾ എത്തന്നെ വേണം. എന്തായാലും ആ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മനോജ് മുണ്ടപ്പാട്ട്, ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. മാസങ്ങളെടുത്ത് താങ്കൾ ചെയ്യുന്ന പല കലാവിരുതുകളും പലയിടങ്ങളിലും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തൃശ്ശൂരിൽ ഏറ്റവും അടുത്ത് ഇപ്പോൾ നമുക്ക് ഫ്ലവർ ഷോയിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. അതും രാഷ്ട്രപിതാവിൻ്റെ ഒരു ഇലുമിനേഷൻ ആണോ? ഇൻസ്റ്റലേഷൻ ആണ് അല്ലേ? ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എക്സിബിഷനുകൾക്കൊക്കെ താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വേറൊരു സ്ഥലത്ത് കൊണ്ട് എക്സിബിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. ഇത് വേറൊരു എക്സിബിഷന് എറണാകുളത്ത് വേണ്ടി ചെയ്യാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്ലവർ ഷോൻ്റെ സമയമായതുകൊണ്ട് ഇവിടെ തന്നെ അത് എക്സിബിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കൊണ്ടുവന്നത്. ഇത് വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എല്ലാവരും. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടു തീരാത്ത ഒരുപാട് കാഴ്ചകളാണ് തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നമുക്കുള്ളത്. പക്ഷേ പരിമിതമായിട്ടുള്ള സമയമാണ് നമുക്ക് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതെ, ഇനി 5 ദിവസം കൂടി ഉള്ളൂ. വളരെ ചെറിയൊരു എൻട്രി ഫീസിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. നാടൻ പൂക്കൾ നമ്മുടെ നാട്ടിൽ കാണുന്നതിനെ പോലും വളരെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്നുള്ളതും, അതോടൊപ്പം നമ്മൾ കോവിഡ് കാലഘട്ടം ഒരുപാട് പേരുടെ വീടുകളിൽ പുതിയ പുതിയ ചെടിച്ചട്ടികളും പുതിയ ചെടികളും ഇനങ്ങളും ഇനി ഏത് പുതിയതെന്നൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു വലിയ അവസരമാണ് ഫ്ലവർ ഷോ എന്നുള്ളതാണ്. അതിൽ താങ്കൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാമോ? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആൾക്കാർ മാത്രം പോയിട്ടാണ് ഈ ഫ്ലവേഴ്സ് മുഴുവൻ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് പൂനെയിലും ബാംഗ്ലൂർ, മൈസൂർ, വയനാട് എല്ലാ സ്ഥലത്തുനിന്നും നമ്മൾ നേരിട്ട് പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അത് മുഴുവൻ നമ്മൾ ക്വാറന്റൈൻ ഒരു പീരീഡൊക്കെ ഉണ്ട്. അവരുടെ 1 മാസത്തെ ക്വാറന്റൈൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ അത് ഏജൻസി ത്രൂ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഇത് എന്താ പറയുക, ചെടിയുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ പൂക്കളുടെ ഭംഗി കാണുന്നതോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം ഞാനതും ചോദിച്ചപ്പോൾ മനോജ് സാറ് പറഞ്ഞത് അത് നമ്മുടെ പ്രദർശനം കഴിയുമ്പോൾ ആലോചിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രദർശനത്തിന് ശേഷം ഒരു വിപണനം ഉണ്ടാകുമോ? തീർച്ചയായും നമുക്കത് 2 ദിവസം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്ലവർ ഷോ 22-ാം തീയതി വരും. 23, 24 ഈ 2 ദിവസങ്ങളിൽ നമുക്ക് പ്രദർശിപ്പിച്ചിട്ടുള്ള ചെടികൾ വിൽക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കഴിയുന്നതും വരികയാണെങ്കിൽ 23-ാം തീയതി തന്നെ വരണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെടികളൊക്കെ എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോകും. അപ്പോൾ കിട്ടാറ് സാധാരണ ഇതിൽ ആദ്യത്തെ ദിവസം തന്നെ നല്ല ചെടികളൊക്കെ എല്ലാം കൊണ്ടുപോകും. അപ്പോൾ കഴിയുന്നതും എല്ലാവർക്കും നല്ല ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 23-ാം തീയതി തന്നെ എല്ലാവരും വന്ന് അത്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ശനി ഞായർ ദിവസങ്ങളൊക്കെ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് തൃശ്ശൂർ പാർക്കിലേക്കാണെങ്കിലും അല്ലെങ്കിൽ പുറത്തോട്ട് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുന്ന ആർക്കും ചെന്നെത്താവുന്ന ഒരു ഇടമാണ് നമ്മുടെ ശക്തൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടോ ആളുകൾക്ക് വരുന്ന സമയത്ത്? ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഇല്ല. പ്രത്യേകതയാണ്, പാർക്കിംഗ് ഫീസ് ഇല്ല. ആദ്യം തന്നെ ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിരുന്നു. പക്ഷെ നമ്മളത് ചില ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് ഫീ ഇല്ല. പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഒന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്കൂളുകളിലേക്ക് നമ്മൾ കുട്ടികൾക്ക് 1,00,000 കുട്ടികൾക്ക് ഫ്രീ പാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പാസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ ആ പാസുമായിട്ട് വരികയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിടക്കാം. 1,00,000 കുട്ടികൾക്കുള്ള പാസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജില്ലയിലെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഫ്ലവർ ഷോ കാണാനുള്ള അവസരമുണ്ട്. വലിയ കുട്ടികളാണെങ്കിൽ നേരിട്ട് അവർ ഒരുമിച്ച് വരാൻ, പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പാരന്റ്സിന്റെ കൂടെ അവർ വരാം. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഐഡി കാർഡ് കാണിക്കാനെങ്കിൽ ഇപ്പൊ പാസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് കടത്തിവിടാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തു. അതായത് വരുന്ന എല്ലാവരെയും തൃപ്തരാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ളവരെ അത് കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാവരും അത് കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സൊസൈറ്റി എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ഓറിയന്റഡ് ഇതല്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ജനങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാണണം, അറിയണം, മനസ്സിലാക്കണം അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. ഈ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് മറ്റു കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരുന്ന കുട്ടികൾക്കാണെങ്കിലും ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ആണെങ്കിലും ഒപ്പം റോബോട്ടിക് ഷോ ആണെങ്കിലും എന്തൊക്കെ മനോഹാരിതകളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക? കോമ്പറ്റീഷൻസ് എല്ലാ ദിവസവും കലാപരിപാടികൾ അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഗാനമേളയായാലും ഡാൻസും ഇന്നലെയൊക്കെ ഭരതനാട്യവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പോരാത്തതിന് ഇതുപോലെ റോബോട്ടിക് ഷോ, അതുപോലെയുള്ള കുറേ ആൾക്കാർക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്വിസ് മത്സരങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ പുഷ്പറാണി മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികൾക്കുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മാത്രമായിട്ട് ആസ്വദിക്കാവുന്ന ചില കട്ടൗട്ട് സാധനങ്ങൾ, ഫോട്ടോ എടുക്കാനുള്ള, സെൽഫി എടുക്കാനുള്ള കുട്ടികൾക്കുള്ള പോയിന്റ്സ് ഒക്കെ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഴിഞ്ഞാൽ ആസ്വാദികരമായിട്ടുള്ള ഒരു വിരുന്നാണ് അവിടെ. തീർച്ചയായും. ഇപ്പോ പലർക്കും പകൽ സമയമായിരിക്കാം ഉചിതമായിരിക്കും, പലരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ടായിരിക്കാം. എങ്ങനെയാണ് നമ്മുടെ സമയക്രമീകരണം? എങ്ങനെയാണ്? കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് നമ്മുടെ സമയം. 9 മണി കഴിഞ്ഞാൽ 10 മണിയോളം വരെ അകത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 10 മണിയോട് കൂടി നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ കാലത്ത് 9 തൊട്ട് 10 വരെ ഡയറക്റ്റ് എല്ലാവർക്കും ആ സമയത്ത് വരാൻ സാധിക്കുന്നുള്ളതാണ്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്, അതും നമുക്ക് വിത്തൗട്ട് പേയ്മെന്റിലാണ്. തന്നെയല്ല വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ വല്ലതും ഒരുക്കിയിട്ടുണ്ട്? ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മൾ സ്നാക്സും സാധനങ്ങളൊക്കെ ഉള്ളത് ആ ടൈപ്പുള്ള എല്ലാ ബജ്ജി അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം അങ്ങനത്തെ ഉള്ള ഫുഡും സാധനങ്ങൾ, ലൈറ്റഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കമേഴ്ഷ്യൽ സ്റ്റാളുകളുണ്ട്. അപ്പൊ നമുക്ക് സോപ്പ്, ചെരുപ്പ്, കണ്ണാടി തൊട്ട് അതുപോലെയുള്ള എക്സിബിഷനുള്ള വരുന്ന സാധാരണ വരുന്ന എല്ലാ ടൈപ്പ് കടകളും ചെരുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അതുപോലെ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിബിഷൻ നമ്മുടെ ഫ്ലവർ ഷോ തന്നെയാണ്. തീർച്ചയായിട്ടും. അത് ഇപ്രാവശ്യം ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് 2025 ഫ്ലവർ ഷോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിപ്പോ താങ്കൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ പുറമെയൊക്കെ പോയിട്ടാണ് ഈ ശേഖരം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇന്ത്യക്ക് അകത്തു നിന്ന് മാത്രമാണോ അത് ഇന്ത്യക്ക് പുറത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? അത് ഈ പല കാലാവസ്ഥയിലാണല്ലോ ഈ ചെടികളൊക്കെ തന്നെ വളരുന്നത്. എങ്ങനെയാണ് അതിന്റെ സംരക്ഷണം? ഇന്ത്യക്ക് പുറത്തു പോയി നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇന്ത്യയിൽ വരുന്ന ഫ്ലവേഴ്സിന് ക്വാറന്റൈൻ ഒരു നമ്മളിപ്പോൾ പീരീഡ് ഉണ്ട്. ആ 1 മാസം 2 മാസം ചില ആ സമയം കഴിഞ്ഞിട്ടേ നമുക്ക് ഫ്ലവർ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ പൂനെയിലുള്ള ഒരു ഏജൻസി ത്രൂ ആണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. അത് അവർ മുൻകൂട്ടി ഓർഡർ ചെയ്തത്, അവരത് ക്വാറന്റൈനിൽ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇതിനെ ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ എത്തുന്ന കാണികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതിനെ തൊട്ടു നോക്കാനും പിച്ചി നോക്കാനും മാന്തി നോക്കാനൊക്കെ തോന്നുമ്പോൾ അങ്ങനെയുള്ള ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെന്തെങ്കിലും നമ്മളൊരു മാർജിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവർ വളരെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന സംഗതിയല്ലേ, അത് ചെയ്യട്ടെ, അല്ലാതെ എന്താ പറയാ. ഓക്കെ, ശരി. അപ്പൊ കുടുംബമായിട്ടാണെങ്കിലും നമ്മളെ സുഹൃത്തുക്കളൊത്താടാണെങ്കിലും നമുക്ക് മണിക്കൂറുകളോളം ചെലവഴിക്കാവുന്ന ഒരു ഇടമായിട്ട് ഈ ശക്തന്റെ തട്ടകം മാറിയിരിക്കുകയാണ്. ശക്തൻ ഗ്രൗണ്ട് തൃശ്ശൂരിലെ ഫ്ലവർ ഷോ 2025 ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. ആസ്വദിക്കാൻ എത്തുന്നവരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കണമെന്നുള്ളതാണ് കാരണം. അത്രയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്രാവശ്യം ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി അത് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. താങ്കൾക്ക് ഇനി ശ്രോതാക്കളോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? അല്ല, എല്ലാവർക്കും നല്ലൊരു അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കണ്ട് ആസ്വദിച്ച് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഫീസ് അതിനോട് ചേർന്നിട്ട് തന്നെയുണ്ട്. അവിടെ മിക്കവാറും സമയത്തും ഞാൻ ഉണ്ടായിരിക്കും. നേരിട്ട് കണ്ട അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ളതായാലും നല്ലതായാലും. തീർച്ചയായിട്ടും. അപ്പൊ അത് സാധാരണക്കാരോടൊപ്പം നിന്ന് അവരിലേക്ക് അത് എത്തണം എന്നുള്ള നിങ്ങളുടെ വലിയൊരു ആഗ്രഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇപ്പോൾ തോന്നാം 10 മുതൽ 9 വരെയുള്ള സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവര് പാർക്കിംഗ് ചാർജ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് അതിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒരു സിനിമ കാണുന്ന കാശ് പോലും ഇല്ല എന്നുള്ളതാണ്. എത്രയാണ് നമ്മുടെ ഒരു എൻട്രി ഫീസ് വരുന്നത്? എൻട്രി ഫീസ് 60 രൂപയാണ് മുതിർന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾക്ക് അത് ഫ്രീ ആണ്. പിന്നെ നമ്മൾ സ്കൂളുകളിലൊക്കെ ഇതുപോലെ നമുക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓ, വെരി നൈസ്. അപ്പൊ എന്തായാലും തുടർന്നും ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിക്ക് ഫ്ലവർ ഷോ തുടർന്ന് നമ്മുടെ തൃശ്ശൂരിൽ നടത്താൻ പാകത്തിന് തൃശ്ശൂർക്കാർ കട്ടയ്ക്ക് സപ്പോർട്ട് അടിക്കണം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ശക്തൻ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. കാരണം
പരിമിതമായിട്ടുള്ള സമയമേ ഉള്ളൂ. 22-ാം തീയതി അവസാനിക്കുന്നതായിരിക്കും. വേഗത്തിൽ തന്നെ പോകണമെന്നുള്ള ഒരു അറിയിപ്പുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് മുണ്ടപ്പാട്ടാണ്, ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടറി, നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ഫ്ലവർ ഷോയ്ക്ക് വിജയാശംസകൾ. ഇനിയും കാണാനിരിക്കുന്ന ആളുകളിലേക്കും ആദ്യ സമയത്ത് കണ്ട് നിങ്ങൾക്ക് ഇനിയും കാണാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഫ്ലവർ ഷോ 2025. സ്നേഹത്തോടുകൂടി താങ്കളുടെ ഈ ഒരു സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുന്നു. ഹലോ റേഡിയോ. നന്ദി.